പാപം പൊറുത്തന്റെ ലംഘനം മായ്ച്ചെന്നിൽ പുതുജീവൻ നൽകിയവൻ. സന്തോഷത്തോടെ ഞാൻ ആർത്തുഘോഷിച്ചിടും എന്നേശുനായകൻ. നമുക്ക് യഥാർത്ഥത്തിൽ യേശുവിന് വേണ്ടി സിംഹാസനം ഒഴിച്ചു കൊടുത്ത് ആ സെൽഫിനെ പുറത്താക്കാതെ ഒരിക്കലും പറ്റത്തില്ല. അതുകൊണ്ടാണ് ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ഇനി റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ തന്നെ നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അവർ ഓൾഡ് സെൽഫ് ഈസ് ക്രൂസിഫൈഡ്. എന്തിനു വേണ്ടി എന്നുള്ളതാണ് അവിടുത്തെ വിഷയം. എന്തിനു വേണ്ടി? നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എന്തിനാണ് സെൽഫിനെ ക്രൂസിഫൈ ചെയ്യുന്നത്? എന്തിനാണ്? നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കേണ്ടതിന്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എന്റെ പാപ ശരീരത്തിന്, എന്റെ കാർണൽ സെൽഫിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിനോടുകൂടെ ഞാൻ മരിച്ചതിനാൽ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് ഞാൻ വിടുവിക്കപ്പെട്ടെന്ന് എല്ലാവർക്കും അറിയാം. When we are dying with Jesus, you know what happens? There is no more condemnation. നമ്മളെ ആരും പിന്നെ നരകത്തിലോട്ട് തള്ളിക്കൊണ്ട് പോകത്തില്ല. പക്ഷേ ഈ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് മാത്രമല്ല, എന്റെ കഴിഞ്ഞ കാല പാപങ്ങളുടെ ശിക്ഷയിൽ നിന്ന് മാത്രമല്ല, എന്റെ വർത്തമാന ജീവിതത്തിൽ ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കണമെങ്കിൽ എന്റെ കാർണൽ സെൽഫിനെ ഞാൻ ക്രൂശിച്ചല്ലേ പറ്റുള്ളൂ. അതായത് പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ കൊണ്ട് നമ്മൾ പലരും സംതൃപ്തരാണ്. പക്ഷെ വേദപുസ്തകം നമുക്ക് ഓഫർ ചെയ്യുന്നത് പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ മാത്രമല്ല. അങ്ങനെ ഒരു സെപ്പറേഷൻ യേശു കർത്താവിന്റെ വരവിന്റെ സമയത്ത് അവൻ അവരെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കാനിരിക്കുന്നത് കൊണ്ട് അവന് യേശു എന്ന് പേരിടണം. അവരവരുടെ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് വിടുവിക്കാനിരിക്കൊണ്ട് എന്നല്ല, അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കാൻ ഇരിക്കുന്നത് കൊണ്ട്. You know, it says about the punishment of sin and also the power of sin and also even the nature of sin. പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും പാപത്തിന്റെ ശക്തിയിൽ നിന്നും പാപത്തിന്റെ സ്വഭാവത്തിൽ നിന്നും നമ്മളെ വിടുവിക്കാൻ വേണ്ടിയാണ് യേശു കർത്താവ് വന്നത്. ഈ ഒരു യാഥാർത്ഥ്യം ഇന്ന് നമ്മുടെ വിശ്വാസികളുടെ ലോകത്തെ പഠിപ്പിക്കുന്നത് കുറഞ്ഞിരിക്കുകയാണ്. ഇന്നെല്ലാം നമ്മൾ എപ്പോഴും എംഫസൈസ് ചെയ്യുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. എന്ത്? പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് വിടുതൽ. സഹോദരന്മാരെ, നിങ്ങൾക്ക് വേണ്ടി നരകം ആണ്, അല്ലെങ്കിൽ നരകത്തിൽ പോകാതിരിക്കണമെങ്കിൽ എല്ലാവരും കൈവോക്ക്. നരകത്തിൽ പോകാതിരിക്കാൻ കൈവോക്കിയാൽ മതിയെങ്കിൽ ഓക്കെ, യേശുവിനെ സ്വീകരിക്കുക. ശരി, സ്വീകരിച്ചേക്കാം, കാര്യം നരകത്തിൽ പോകരുത്. നരകം എന്ന് പറയുന്നത് ആത്യന്തികമായി ഒരു യാഥാർത്ഥ്യമാണ്. അത് പാപത്തിന്റെ പരിണതഫലമായി ദൈവം നൽകുന്ന ശിക്ഷയാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ നരകശിക്ഷയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു എന്ന ആശ്വാസത്തോടുകൂടെ ഇരിക്കുന്ന ആളുകൾ പിന്നീട് പാപത്തിന്റെ ശക്തിയിൽ നിന്ന് പാപത്തിന്റെ സ്വഭാവത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാതെ വീണ്ടും പാപ ശരീരത്തിന് അടിമയായി ജീവിക്കുന്നത് കാണുമ്പോൾ, പോൾ പറഞ്ഞ ഈ വാക്കുകളുടെ പ്രസക്തി, ഈ ഭാഗങ്ങളൊക്കെ ആരെങ്കിലും പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ പറയട്ടെ, ഇത് കട്ടികൂടിയതുകൊണ്ടൊന്നുമല്ല, അതുകൊണ്ടൊന്നുമല്ല. ഈ ഭാഗങ്ങൾ പ്രസംഗിക്കപ്പെടാത്തതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രോബ്ലം. അതുകൊണ്ട് എന്താണ്, ഈ വിശ്വാസികൾ നല്ലൊരു ശതമാനം, 90% അതിൽ കൂടുതലോ ശതമാനം ആളുകൾ ഇന്നും പാപത്തിന്റെ അടിമത്തത്തിലാണ്. ഇന്നും പാപത്തിന്റെ സ്വഭാവത്തിനും പാപത്തിന്റെ ശക്തിക്കും അടിമകളാണ്. പക്ഷെ അവർ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് വിടുതൽ കിട്ടിയെന്നുള്ളൊരു ആശ്വാസത്തോടുകൂടെ ജീവിക്കുകയാണ്. അതൊരു യഥാർത്ഥ ക്രിസ്തീയ ജീവിതമല്ല. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയെ, കർത്താവിനെ അംഗീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ അവനോടുകൂടെ ജീവിക്കേണ്ടതിന്, നാമും അവനോടുകൂടെ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് വേണ്ടിയാണ് കർത്താവ് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മറക്കരുത്. നമ്മുടെയൊക്കെ ചിന്ത എന്നറിയാമോ? നമ്മുടെ കഴിഞ്ഞ കാല പാപജീവിതം ഓക്കെ, ഫിനിഷ്. ബിക്കോസ് when I accepted Jesus, അതും വേണ്ട, ഞാൻ കൈവോക്കി, സ്നാനപ്പെട്ടപ്പോൾ മാക്സിമം ഞാൻ കൈവോക്കി, അതിനുശേഷം സ്നാനപ്പെട്ടു, അതുകൊണ്ട് എന്റെ കഴിഞ്ഞകാല പാപങ്ങൾക്ക് ഇനി എന്റെ മേൽ അവകാശമില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകുകയാണ്? നേരെ സ്വർഗത്തിലോട്ട് പോകുകയാണ്. നമുക്ക് 2 ജീവിതമേ ഉള്ളൂ, എന്റെ കഴിഞ്ഞകാല ജീവിതം, പിന്നെ മരിച്ചു കഴിച്ച് സ്വർഗത്തിലുള്ള ജീവിതം. ഇതിനിടയ്ക്കുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തേ? പ്രസംഗകരെന്താ ഒന്നും മിണ്ടാത്തേ? That's my question. Why the preachers are not preaching about the present life? ഇപ്പോഴുള്ള നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ആരാ പ്രസംഗിക്കുന്നേ? എല്ലാവരും പറയുന്നു, നീ പാപിയായിരുന്നു, എന്ത് സംഭവിച്ചു? യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചു, അതുകൊണ്ട് നിന്നെ പാപത്തിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു, ഇനി നീ മരിച്ചാ സ്വർഗത്തിൽ. എന്നാൽ ഈ രക്ഷിക്കപ്പെട്ടതിന് ശേഷം മരിക്കുന്നത് വരെയുള്ള സമയമില്ലേ? ആ സമയം നിങ്ങൾ എങ്ങനെയാ ജീവിക്കുന്നതിനെ കുറിച്ച് എന്താ ചിന്തിക്കാത്തത്?
ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. അതുകൊണ്ടാണ് പോൾ പറയുന്നത് ഇവിടെ, ഇനി നമ്മൾ പാപത്തിന് അല്ലെങ്കിൽ എൻ്റെ കാർണൽ സെൽഫിന്, എൻ്റെ പാപ ശരീരത്തിന്, എൻ്റെ പ്രാകൃതമായ എൻ്റെ സെൽഫിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്നത്, അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. If you are dead, you are freed from sin. And I tell you, മരിച്ചവൻ മാത്രമേ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കത്തുള്ളൂ. മരിക്കാത്തവന്, യേശു ക്രിസ്തുവിനോടുകൂടെ മരിക്കാത്തവന്, എന്താണ്, അവന്റെ പഴയ സെൽഫിനെ ക്രൂശിച്ച് കളയാത്തവന് പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ കഴിയുകയില്ല. പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്. ഈവൻ ലാസ്റ്റ് വീക്ക് ഐ വാസ് ഇൻ തൊടുപുഴ. ഞാനൊരു 3 ദിവസത്തെ മീറ്റിംഗ് നടക്കുകയായിരുന്നു അവിടെ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ഹാഡ് എ ടോക്ക് വിത്ത്, അവിടെ സംഘാടകരെല്ലാം കൂടെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു. അപ്പം അവിടുത്തെ സംഘടിപ്പിച്ച ഒരാളിനോട് ചോദിച്ചൊരു ചോദ്യം, we just want to know, how can we live a victorious Christian life? How can we have victory over our sins? ഒരു സാധാരണമായ ചോദ്യം. നിങ്ങൾ പ്രസംഗിച്ചാൽ നല്ല വിജയിയായിട്ട് ജീവിക്കണം, ശരിയാണ്. പക്ഷെ എങ്ങനെയാണ് വിജയിയായി ജീവിക്കാൻ പറ്റുന്നത്? അപ്പൊ ഞാനതിൽ പറഞ്ഞ കാര്യമുണ്ട്. യു ക്യാൻ ലിവ് വിക്ടോറിയസ്ലി ഓൺലി ഇഫ് യു സ്റ്റാർട്ട് യുവർ ക്രിസ്ത്യൻ ജേർണി ഫ്രം യുവർ സെമിറ്ററി. നിങ്ങളുടെ ശവക്കുഴിയിൽ നിന്നാണ് നിങ്ങൾ ക്രിസ്തീയ ജീവിതം ആരംഭിക്കേണ്ടത്. I hope you understand what I say. നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ടൊന്നല്ല. We need to die our old self. We need to crucify our old self. ആ ശവക്കുഴിയിൽ നിന്ന് മാത്രമേ നമുക്കൊരു വിജയകരമായ ക്രിസ്തീയ ജീവിതം ജീവിക്കാൻ കഴിയുകയുള്ളൂ, പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് ഈ ക്രോസ് എക്സ്പീരിയൻസ് എത്ര പ്രാധാന്യമർഹിക്കുന്നതാണെന്ന് ഞാൻ ഓർപ്പിക്കുന്നത്. എന്തുകൊണ്ട് നമുക്ക് ഇന്ന് നമ്മുടെ ഒരു പ്രശ്നം, ഇന്ന് നമുക്ക് ആ ക്രിസ്തീയ ജീവിതം വിജയകരമായി കൊണ്ടുപോകാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ആളുകൾ തന്നെ ഇല്ലല്ലോ. ഇന്നിപ്പം നമ്മളെ ഒരുമാതിരിപ്പെട്ട രീതിയിലൊക്കെ ഏതൊക്കെ നമ്മൾ പറയാൻ തുടങ്ങി. വലിയ കുഴപ്പമില്ലാതെ, ഞാൻ അങ്ങനെ വലിയ ഗുണത്തിനും പോകുന്നില്ല ദോഷത്തിനും പോകുന്നില്ല നീ പറയും. അവർ ചിന്തിക്കുന്നത് ഗുണത്തിനും പോകുന്നില്ല ദോഷത്തിനും പോകുന്നില്ല, നേരെ അങ്ങ് സ്വർഗത്തിൽ പോകുന്നത്. അങ്ങനെയൊന്നും പോകത്തില്ല പ്രിയമുള്ളവരെ, അങ്ങനെ പോകത്തില്ല. ഇങ്ങനെയുള്ള ഈ ഒഴുക്കൻ മട്ടിലുള്ള ആ ചിന്താഗതികളിൽ നിന്ന് വലിയ വിടുതൽ നമുക്ക് ആവശ്യമാണ്. വി നീഡ് ടു സീ ദാറ്റ് വി ആർ ലിവിംഗ് എ വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ്. അല്ലെങ്കിൽ എന്താണ് കർത്താവ് തന്ന വിജയം എന്ന് പറയുന്നത്? കർത്താവ് നമുക്ക് തന്ന വിജയം എന്ന് പറയുന്നത് പാപത്തിന്റെ മേലുള്ള വിജയമാണ്. പാപത്തിന്റെ മേൽ വിജയം പ്രാപിക്കാനായിട്ടാണ് കർത്താവ് നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മുടെ കാർണൽ സെൽഫ് മരിക്കേണ്ട ആവശ്യകത. അതിന്റെ 9 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, I just read it very fast. Verse 9 onwards, അവിടെ വായിക്കുമ്പോൾ എഴുതിയിരിക്കുകയാണ്, ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കാൻ ഇനി മരിക്കയില്ല, മരണത്തിന് അവന്റെ മേൽ ഇനി അധികാരമില്ല, കർത്തൃത്വമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. Reckon yourself. You need to know. നമ്മളോട് തന്നെ നമ്മളത് അറിയണം. Reckon yourself എന്ന് പറയുമ്പോഴത്തേക്ക് ഇല്ലാത്ത ഒരു കാര്യം എന്നുള്ള അർത്ഥത്തിലല്ല. നിങ്ങളുടെ ആത്മതലത്തിൽ അല്ലെങ്കിൽ അദൃശ്യ ലോകത്ത്, വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ക്രിസ്തീയ ജീവിതത്തിൽ യേശു ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ എന്ത് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ അറിയണം. എന്നാലല്ല എനിക്ക് എണ്ണാൻ പറ്റുള്ളൂ. If I do not know the spiritual truth that I have died with Christ, I am crucified with Christ, that happened അതാണ് ഒരു വലിയ പ്രശ്നം. വീണ്ടും ജനനം പോലും നമ്മൾ റെക്കൺ ചെയ്യുന്നില്ല. വീണ്ടും ജനിച്ചവരല്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. വീണ്ടും ജനിച്ചവർക്ക് പോലും അവർ വീണ്ടും ജനിച്ചോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല. അവരതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല. വീണ്ടും ജനനത്തെ കുറിച്ചുള്ള ടീച്ചിങ്സ് ഇല്ല. വീണ്ടും ജനിച്ചു കഴിഞ്ഞിട്ടും ഇപ്പോഴും ആദാമ്യ പ്രകൃതിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തുകൊണ്ട്? We are not reckoning ourselves. We are not considering ourselves as a person who is born again. We do not consider ourselves as a new creation. Bible says when you are in Christ, you are a new creation. നിങ്ങൾ ക്രിസ്തുവിലുള്ളവൻ എന്തായിരിക്കുന്നു? ഒരു പുതിയ സൃഷ്ടി ആയിരിക്കുന്നു, ഒരു പുതിയ സൃഷ്ടി. പക്ഷേ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഞാനൊരു പുതിയ സൃഷ്ടിയാണ്, ഇപ്പോൾ പഴയ ആളല്ല എന്നുള്ള തിരിച്ചറിവോടുകൂടെയും എണ്ണലോടും കൂടെയാണോ നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നത്? രാവിലെ ബെഡ് കോഫി കുടിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, ഐ എം സോ ഹാപ്പി ബിക്കോസ് ഐ എം നോട്ട് ആൻ ഓൾഡ് പേഴ്സൺ, ഐ എം എ ന്യൂ ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ടാണോ നിങ്ങൾ ഇറങ്ങി വരുന്നത്? അത് പറയാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ അതിന്റെ അർത്ഥം, ഐ എം നോട്ട് സെയിങ് ദാറ്റ് ഓൾ ദീസ് പീപ്പിൾ ആർ നോട്ട് ബോൺ അഗൈൻ. ഐ നോ മെനി ഓഫ് ദ പീപ്പിൾ ഹു ആർ ബോൺ അഗൈൻ ഡു നോട്ട് നോ ദാറ്റ് ദേ ആർ ബോൺ അഗൈൻ. വീണ്ടും ജനിച്ചിട്ടുള്ള നല്ലൊരു ശതമാനം ആളുകൾക്കും അവർ വീണ്ടും ജനിച്ചിട്ടുണ്ടെന്നുള്ളത് പോലും അറിയത്തില്ല. ഇതൊരു ഭയങ്കര പ്രോബ്ലമാണ്.
അതുകൊണ്ട് പോൾ പറയുകയാണ്, നിങ്ങളെ തന്നെ എണ്ണുവിൻ. 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ ഇനി അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. കാര്യം, നമ്മൾ ഒരു പുതിയ സൃഷ്ടിയാണെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയാതിരിക്കുന്നിടത്തോളം കാലം പാപം വീണ്ടും വീണ്ടും വന്ന് അതിന്റെ കർത്തൃത്വം നടത്തുവാനായിട്ട് പരിശ്രമിക്കും. ഈ സെൽഫ് ശരിയായ നിലയിൽ ക്രൂശിക്കപ്പെട്ടില്ലെങ്കിൽ പിന്നെയും വന്ന് കസേര കയറിയിരിക്കാൻ പരിശ്രമിക്കും. അപ്പോഴൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം, ഇനി ഞാൻ അതിന്റെ അടിമയല്ല, അതിന്റെ ആവശ്യമില്ല. ബിക്കോസ് ഐ ഹാവ് ക്രൂസിഫൈഡ് ഹിം. അല്ലെങ്കിൽ ഒരാണിയൂടെ കാണിച്ചേക്കണം ഇറങ്ങി വരുമ്പോഴത്തേക്ക്. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ? ദാറ്റ് ഈസ് വാട്ട് ഈസ് എക്സാക്ട്ലി നീഡഡ്. അതുകൊണ്ട് പാപം ഇനി നിങ്ങളുടെ അവയവങ്ങളിൽ വാഴരുത്. കാരണം ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുകയാണ്? നിങ്ങളുടെ കാർണൽ സെൽഫിനെ, ശരീരത്തെ നിയന്ത്രിക്കുവാനുള്ള സകല അവകാശങ്ങളിൽ നിന്നും വിടുവിച്ച് നിങ്ങളുടെ ഹൃദയ സിംഹാസനത്തിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ഇറക്കി എവിടെ അടിച്ചു വെച്ചിരിക്കുകയാണ്? ക്രൂശിച്ചിരിക്കുകയാണ്, ക്രൂശിൽ ആണിയടിച്ചിരിക്കുകയാണ്. പിന്നെ എന്തുകൊണ്ടാണ് അവനെ വീണ്ടും ഇതിനകത്ത് കയറാൻ സമ്മതിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു പുതിയ സൃഷ്ടിയാണെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ റെക്കൺ ചെയ്യുന്നില്ല, നമ്മൾ എണ്ണുന്നില്ല. ക്രൂശിന്റെ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് 18-ാമത്തെ വാക്യം അവിടെ വായിക്കുമ്പോൾ അവിടെ പറയുന്ന കാര്യം, പാപത്തിൽ നിന്ന് ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായിരിക്കുന്നുണ്ട്. സ്തോത്രം. പാപത്തിൽ നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നു? സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു. പാപത്തിനുള്ള സ്വാതന്ത്ര്യമല്ല, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു. പലരും ചിന്തിക്കുന്നത് നമ്മൾ ക്രിസ്തീയ വിശ്വാസികളായി തീർന്നു കഴിഞ്ഞാൽ പാപത്തിനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചെന്നാ. ചിലപ്പോൾ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, എന്റെ ബ്രദറെ, പഴയ നിയമത്തിലായിരുന്നെങ്കിൽ എന്തെല്ലാം കൽപ്പന അനുസരിക്കണമായിരുന്നു. എങ്ങനെ ജീവിച്ചേനല്ലേ? പുതിയ നിയമത്തിലായതുകൊണ്ട് ഏതാണെങ്കിലും കൽപ്പനകളൊന്നുമില്ലല്ലോ, വലിയ കാര്യമായി. പ്രിയമുള്ളവരെ, പഴയ നിയമത്തിലെ കൽപ്പനകൾ അനുസരിക്കാൻ താരതമ്യേന വളരെ പ്രയാസം കുറവായിരുന്നു. പുതിയ നിയമത്തിലെ കൽപ്പനകൾ അനുസരിച്ച് നോക്കിയാൽ, പഴയ നിയമത്തിൽ ഒരുത്തനെ കൊല്ലണമെങ്കിൽ ഞാൻ വെറുതെ കുത്തിയാൽ പോലും ഞാൻ കൊലപാതകയാകത്തില്ല. എന്താ, അവൻ ചാകണം, അവൻ ചത്താലേ ഞാൻ എന്താകത്തുള്ളൂ? കൊലപാതകയാകത്തുള്ളൂ. അപ്പൊ എന്റെ പിച്ചാത്തിക്ക് മൂർച്ചയില്ലാത്തത് കൊണ്ടോ, ഞാൻ കുത്താൻ ചെന്നവന് നല്ല ആരോഗ്യം ഉണ്ടായിരുന്നത് കൊണ്ട് കൈക്ക് പിടിച്ച് തിരിച്ച് പിച്ചാത്തി എറിഞ്ഞ് പോടാ വീട്ടിൽ നിന്ന് പറഞ്ഞ് 2 തല്ലം തന്ന് വിട്ടത് കൊണ്ടോ ഞാൻ രക്ഷപ്പെടുവായിരുന്നു. കാര്യം എനിക്ക് കൊലപാതകയാകാൻ പറ്റത്തില്ല. അപ്പൊ പഴയ നിയമത്തിൽ ഒരാൾക്ക് കൊലപാതകയാകണമെങ്കിൽ ഭയങ്കര പ്രയാസമായിരുന്നു. പക്ഷെ പുതിയ നിയമത്തിൽ കൊലപാതകയാകാൻ ആ ആളെ കാണുക പോലും വേണ്ട, വീട്ടിലിരുന്ന് അവനെ നിസാര മൂട എന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ മതി, ഫിനിഷ്. അപ്പൊ ഏതാണ് കൽപ്പന പ്രയാസമുള്ളത്? ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് പുതിയ നിയമത്തിൽ കൽപ്പനയില്ലെന്നല്ല അതിന്റെ അർത്ഥം. പക്ഷേ പുതിയ നിയമത്തിൽ പാപത്തിൽ നിന്ന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പാപത്തിനുള്ള സ്വാതന്ത്ര്യമല്ല. കൃപയെക്കുറിച്ചുള്ള മനുഷ്യരുടെ തെറ്റായ ധാരണ കൊണ്ട് എന്താണ്, നല്ലൊരു ശതമാനം ആളുകൾ ചിന്തിച്ചിരിക്കുന്നതെന്നറിയാമോ? അല്ലറ ചില്ലറ പാപമൊക്കെ ചെയ്താലേ കുഴപ്പമില്ല, കൃപ അങ്ങ് മൂടിക്കോളുമെന്നാ. ദാറ്റ് ഈസ് റോങ്. കൃപ എന്ന് പറയുന്നത് ശരിക്കും പാപം ചെയ്യുന്നതിനുള്ള കൃപയല്ല, പാപം ചെയ്യാതിരിക്കാനുള്ള കൃപയാണ്. പാപം ചെയ്യാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം. എന്താണ് അതുകൊണ്ട് അതിന് സ്വാതന്ത്ര്യം എന്ന് പറയാൻ കാര്യം എന്താണ്? മറ്റൊന്നുമല്ല. എന്താണ്? പണ്ട് എനിക്ക് പാപം ചെയ്യരുതെന്ന് ചിന്തിച്ചാലും ചെയ്തു പോകുമായിരുന്നു. നമ്മൾ റോമാലേഖനം 7-ാം അധ്യായം, ഞാൻ ഐ എം നോട്ട് എക്സ്പ്ലെയിനിങ് ഇറ്റ്, യു നോ ദാറ്റ് പാസേജ്. ഞാൻ ചെയ്യണമെന്ന് ചിന്തിക്കുന്ന നന്മ എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല. നന്മ ചെയ്യണമെന്ന് ആലോചിക്കുമ്പോഴും ഞാൻ അറിയാതെ തിന്മ ചെയ്യുന്ന ഒരു പാപത്തിന്റെ പ്രമാണം എന്റെ ഉള്ളിൽ കിടക്കുന്നു. ന്യായപ്രമാണം ആത്മീകമെന്ന് ഞാൻ അറിയുന്നു, പക്ഷെ ഞാനോ ജഡമയൻ, ഞാൻ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. അതുകൊണ്ട് പാപം ചെയ്യാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലായിരുന്നു. ബിക്കോസ് ഐ വാസ് എ സ്ലേവ്. ഞാനൊരു സ്ലേവ് ആയിരുന്നു. അത് ചെയ്യടാന്ന് എന്നോട് എന്റെ ജഡം ആവശ്യപ്പെടുമ്പോൾ എന്റെ ശരീരം അതങ്ങ് ചെയ്തു പോകും. അത് പറയടാ എന്ന് എന്റെ ജഡം എന്നോട്, എന്റെ കാർണൽ സെൽഫ് എന്നോട് അവനെ ചീത്ത വിളിക്കാൻ പറയുമ്പോൾ ചീത്ത വിളിക്കാതിരിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ല. കാര്യം ഞാൻ അടിമയായതുകൊണ്ട് ചീത്ത വിളിച്ചു പോകും. യു അണ്ടർസ്റ്റാൻഡ്? എന്നാൽ ക്രൂശ് നമുക്ക് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം തരികയാണ്. എങ്ങനെ? നമ്മളെ ഭരിച്ചിരുന്നതായ ഈ കാർണൽ സെൽഫിനെ ഇപ്പോൾ നമ്മൾ ഇവിടെ തളച്ചിരിക്കുന്നു, ക്രൂശിൽ തളച്ചിരിക്കുന്നു. ഗലാത്യലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രമാക്കിയിരിക്കുന്നു, ഇനി അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. എന്താണ് ക്രിസ്തു നമുക്ക് നൽകിയ സ്വാതന്ത്ര്യത്തിനായിട്ട് എന്ന് പറയുന്നത്? പാപം ചെയ്യാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം. റോമാലേഖനം 7-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയിർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. യു ആർ ഡെഡ് ടു ദ ലോ. അത് പറഞ്ഞ് ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞ് നിങ്ങൾ ഓർക്കണം, ലോയുടെ പ്രത്യേകത എന്താണ്? ന്യായപ്രമാണത്തിന്റെ പ്രത്യേകത അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും.
അപ്പോൾ നമ്മുടെ വിയർപ്പൊഴുക്കി നമ്മൾ നേടിയെടുക്കേണ്ടതായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യം. പക്ഷെ ഇപ്പോൾ വിയർപ്പൊഴുക്കി അല്ല അത് നമ്മൾ നേടിയെടുക്കുന്നത്. പ്രത്യേകത എങ്ങനെയാണ്? യേശു ക്രിസ്തുവിന്റെ രക്തത്താലാണ്. ന്യായപ്രമാണത്തിന്റെ യുഗം വിയർപ്പിന്റെ യുഗമായിരുന്നു. എന്നാൽ കൃപയുടെ യുഗം രക്തത്തിന്റെ യുഗമാണ്. അതുകൊണ്ടാണ് ഇത് പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം എന്ന് യേശു കർത്താവ് പറയുന്നത്. ഒരു പുതിയ യുഗത്തിലേക്ക് കർത്താവ് നമ്മളെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എങ്ങനെ? ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു, കൃപയും സത്യവും യേശു ക്രിസ്തുവാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ നേരത്തെ നാം മരണത്തിന് ഫലം കായ്ച്ചിരുന്നു. ചാപ്റ്റർ 7 വേഴ്സ് 5 അവിടെ വായിക്കുമ്പോഴത്തേക്ക് നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന്റെ ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചിരുന്നു. നേരത്തെ എനിക്ക് മരണത്തിന്റെ ഫലമേ കായ്ക്കാൻ കഴിയുമായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ യേശു കർത്താവ് അവന്റെ രക്തം കൊണ്ട് എന്നെ വിടുവിച്ച്, ബിക്കോസ് ഐ എം ഐഡന്റിഫൈഡ് വിത്ത് ജീസസ്, യേശുവുമായിട്ട് ഐഡന്റിഫൈ ചെയ്തതുകൊണ്ട് ഇപ്പോൾ എന്നിൽ വ്യാപരിക്കുന്നത് ആദാമിന്റെ ശക്തിയല്ല, യേശുവിന്റെ ശക്തിയാണ്. നേരത്തെ പ്രലോഭനങ്ങൾ വരുമ്പോഴത്തേക്ക് എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നില്ല. എന്തുകൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല? ഞാൻ ആദാമിന്റെ മകനല്ലേ. ആദാമിന്റെ മകൻ ആദാമിനേക്കാൾ വലിയ ശക്തിയൊന്നും ഉണ്ടാകത്തില്ലല്ലോ. പെണ്ണുപിള്ള പഴം കൊണ്ട് കൊടുത്തപ്പോൾ അറിയാതെ തിന്നുപോയവനല്ലേ ആദാം. അപ്പൊ അതുകൊണ്ട് അതിനേക്കാളും വലിയ ശക്തിയൊന്നും എനിക്ക് ഇല്ല. ഞാൻ പ്രലോഭനങ്ങൾക്ക് അധീനനായി പോയതിന്റെ കാരണം തന്നെ എന്നിൽ വ്യാപരിച്ച ജീവൻ ആദാമിന്റെ ജീവനായിരുന്നത് കൊണ്ടാണ്. ആദാമിന്റെ ജീവൻ അത്രയും ശക്തിയൊക്കെ ഉള്ളൂ. കുറച്ചൊക്കെ പിടിച്ചു നിൽക്കാൻ നോക്കും, പക്ഷെ ഒടുവിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തതായ സാഹചര്യം. പക്ഷേ when I am born again, എന്നിൽ വ്യാപരിക്കുന്നത് ആദാമിന്റെ ജീവനല്ല, ക്രിസ്തുവിന്റെ ജീവനാണ്. പാപം പൊറുത്തന്റെ ലംഘനം മായ്ച്ചെന്നിൽ പുതുജീവൻ നൽകിയവൻ. പാപം പൊറുത്തന്റെ ലംഘനം മായ്ച്ചെന്നിൽ പുതുജീവൻ നൽകിയവൻ. സന്തോഷത്തോടെ ഞാൻ ആർത്തുഘോഷിച്ചിടും എന്നേശുനായകനേ. സന്തോഷത്തോടെ ഞാൻ ആർത്തുഘോഷിച്ചിടും എന്നേശുനായകനേ. പാപം പൊറുത്തന്റെ ലംഘനം മായ്ച്ചെന്നിൽ പുതുജീവൻ നൽകിയവൻ. പാപം പൊറുത്തന്റെ ലംഘനം മായ്ച്ചെന്നിൽ പുതുജീവൻ നൽകിയവൻ. സന്തോഷത്തോടെ ഞാൻ ആർത്തുഘോഷിച്ചിടും എന്നേശുനായകനേ. സന്തോഷത്തോടെ ഞാൻ ആർത്തുഘോഷിച്ചിടും എന്നേശുനായകനേ. താതന്റെ അരികിലായി ഓടിയെത്തിയിടുമ്പോൾ ചേർത്തെന്നെ സ്നേഹിക്കുന്നു. താതന്റെ അരികിലായി ഓടിയെത്തിയിടുമ്പോൾ ചേർത്തെന്നെ സ്നേഹിക്കുന്നു. ഒന്നുമില്ലായെങ്കിലും അൻപോടു സ്നേഹത്താൽ എന്നെ നടത്തുന്നവൻ. ഒന്നുമില്ലായെങ്കിലും അൻപോടു സ്നേഹത്താൽ എന്നെ നടത്തുന്നവൻ. പാപം പൊറുത്തന്റെ ലംഘനം മായ്ച്ചെന്നിൽ പുതുജീവൻ നൽകിയവൻ. പാപം പൊറുത്തന്റെ ലംഘനം മായ്ച്ചെന്നിൽ പുതുജീവൻ നൽകിയവൻ. സന്തോഷത്തോടെ ഞാൻ ആർത്തു
ആർത്തുഘോഷിച്ചിടും എന്നേശുനായകനേ. സന്തോഷത്തോടെ ഞാൻ ആർത്തുഘോഷിച്ചിടും എന്നേശുനാ